ഇനി നിർണായക നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുന്നതടക്കം. അരുൺരാജ്, ഈ SIT ഈ ഘട്ടത്തിൽ നടത്തുന്ന നടപടികൾ ഏത് തരത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ഏതൊക്കെ തലങ്ങളിലേക്ക്, ഏതൊക്കെ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് അരുൺരാജ്? ശ്രീജിത്ത്, ദേവസ്വം വിജിലൻസിന് പരിധികൾ ഉണ്ടായിരുന്നുവെങ്കിൽ SIT ടീമിന് ആ പരിധികളില്ല എന്നുള്ളതാണ് ഈ കേസിന്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം SIT ടീം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അതിന്റെ എല്ലാ അന്വേഷണ രീതികളിലേക്കും ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിനെ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം ആദ്യഘട്ടത്തിലേക്ക് SIT ടീം കടക്കുന്നത്. ഈ സ്വർണ്ണ കട്ടളയാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ആ കട്ടള ചെമ്പന് രേഖപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോയതിൽ വലിയ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് SIT സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ കൂടി SIT ടീമിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാർ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ അന്നത്തെ മെമ്പർമാരടക്കം ഈ കേസിൽ പ്രതിയാകുമെന്ന നിഗമനം SITക്ക് കൈക്കൊണ്ടത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ 1-ാം പ്രതിയാക്കിയും ദേവസ്വം ബോർഡ് മെമ്പർമാരെ 8-ാം പ്രതിയാക്കിയും ഈ FIR, രണ്ടാമത്തെ FIR-ലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശമുള്ളത്. ദേവസ്വം ബോർഡിനടക്കം ഗുരുതരമായ സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് SIT. ഇതിൽ SIT ഇനി പോകാൻ പോകുന്നതാണ് ഏറ്റവും സുപ്രധാനമായ അന്വേഷണം. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് SIT കണ്ടെത്തിയ 1 മുതൽ 8 വരെയുള്ള പ്രതിപട്ടികയിലുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നാലും അത്ഭുതപ്പെടാനില്ല. ഇത് വിശ്വാസത്തിന്റെ രീതിയിലേക്ക് ഈ സ്വർണ്ണക്കടത്ത് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് SIT പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം ഈ സ്വർണം പൂശിയത് സ്വർണം മാറ്റിയെടുക്കുന്നു, അതിനപ്പുറം ഇത് തകിട് രൂപത്തിൽ വിറ്റിട്ടുണ്ടോ, അങ്ങനെ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വരുമാനം, അത്തരത്തിൽ സമ്പാദിച്ച വരുമാനത്തിന്റെ അളവ് വളരെ കൂടുതലാണ് എന്ന് SIT ഉറപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കണ്ടെത്തലുകളാണ് ഇനി SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും ഈ കേസിൽ സുപ്രധാനമായ നീക്കം SIT നടത്തിയത് ദേവസ്വം ബോർഡ് മെമ്പർമാരെ അടക്കം പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്ന്, അന്നത്തെ ദേവസ്വം ജീവനക്കാരെ അടക്കം പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്ന് ഒരു ആഴത്തിലുള്ള വ്യാപൃതമായ അന്വേഷണത്തിലേക്കാണ്. എന്തായാലും ഈ അന്വേഷണം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് SIT വ്യക്തമാക്കുന്നത്. സ്പോൺസർ ഗോവർദ്ധനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പ്രാഥമികമായി ഇതിനോടകം കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ വളരെ വിശദമായുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള SITയുടെ നടപടികളൊക്കെ എപ്പോഴേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പൂർണ്ണമായും സ്പോൺസറാണ് ഇത് ചെയ്തതെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണം എവിടെ എന്നതൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ടല്ലോ അരുൺരാജ്. തീർച്ചയായും SITക്ക് മുമ്പാകെ എത്തിയ SITക്ക് ലഭിച്ച ചില തെളിവുകളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മേൽക്കൂരയിലടക്കം സ്വർണം പാകിയതാണ്. പക്ഷേ അവിടെ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണത്തിന് യാതൊരു പ്രശ്നവുമില്ല. എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന ഈ ദ്വാരപാളിയിലെയും അതുപോലെ തന്നെ ദ്വാരപാല ശില്പങ്ങളിലെയും അതുപോലെ തന്നെ ഈ കട്ടിളപ്പടിയിലെയും സ്വർണ്ണങ്ങൾ മാത്രമാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. അത് ഏത് സാഹചര്യത്തിൽ ഉണ്ടായി എന്ന ചോദ്യമാണ് SITക്ക് തന്നെ ഉള്ളത്. അതായത് കൃത്യമായ ഒരു ബോധപൂർവമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഇത് കട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കണ്ടെത്തുക. അതിന് ഇതിൽ എത്രത്തോളം സ്വർണം ചേർത്തിട്ടുണ്ട്, ആ ചേർത്ത രീതി എങ്ങനെ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷണം ഉണ്ടാകും. ഒരുപക്ഷെ അത് സെന്തിലടക്കമുള്ളവരെ വിളിച്ചു വരുത്തി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കും. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് നേരത്തെ തന്നെ SITയുമായി ബന്ധപ്പെട്ട അംഗങ്ങൾ ഇവരുമായി ഒരു ആശയവിനിമയം നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട വേഗത്തിലുള്ള അന്വേഷണമായിരിക്കും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. റിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SITക്ക് മുമ്പാകെ എത്തുന്ന കേസുകൾ, അത് ഈ സ്വർണ്ണ കടത്ത് മാത്രമല്ല അതിനപ്പുറമുള്ള ചില കേസുകൾ കൂടി SITക്ക് മുമ്പാകെ പരാതിയായി എത്തുന്നു എന്നുള്ളതാണ്. അതായത് പമ്പയിൽ ലഭിച്ച പരാതികളടക്കം SIT കൈമാറുമ്പോൾ സ്വർണ്ണക്കടത്തിനപ്പുറമുള്ള ചില പരാതികൾ, ചില ഗൗരവപരമായ പരാതികൾ കൂടി SITക്ക് ലഭിക്കുന്നു. അതിൽ കൂടി SITക്ക് അന്വേഷണത്തിലേക്ക് കടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ FIR വരും ദിവസങ്ങളിൽ ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിന് കൂടാതെയുള്ള FIR കൂടി ഇടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ, കൂടുതൽ ദേവസ്വം ബോർഡ് പ്രതിനിധികളടക്കം ഈ കേസിൽ പ്രതിയാക്കപ്പെടും. കൂടുതൽ രാഷ്ട്രീയപരമായി തന്നെ ഇത് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത കൂടി SIT കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ആഴത്തിൽ നടത്തണം എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി ഈ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരുപക്ഷെ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോകുമ്പോൾ ഇതുവരെ കണ്ടതിനപ്പുറം കൂടുതൽ വലിയ അഴിമതിയുടെ കഥകൾ കൂടി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി SIT ഉറപ്പിക്കുകയും ചെയ്യുന്നു. അരുൺരാജ്, മറ്റൊന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം പ്രതിപട്ടിക ഇതിനോടകം വന്നു കഴിഞ്ഞു. അത്തരത്തിലുള്ള നടപടികളിലേക്ക് SIT ഉടൻ കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ, അതോ വിശദമായ വിവരശേഖരണത്തിന് ശേഷം ആ തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നാൽ മതി എന്ന നിലപാടിലാണോ SIT? അരുൺരാജ്.
സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം SIT ടീം അംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം പൂർത്തിയാകുമ്പോൾ പരമാവധി വിവരങ്ങൾ എത്രയും വേഗത്തിൽ ശേഖരിക്കുക എന്നുള്ളതാണ്. കാരണം തെളിവുകളുടെ അഭാവം പിന്നീട് ഉണ്ടാകരുത്. തെളിവുകൾ പരമാവധി ശേഖരിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ളത്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ അത് മറ്റൊരു രീതിയിലായിരിക്കും. കാരണം അദ്ദേഹത്തിനെതിരെ കൂടുതൽ തെളിവുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പുകാരനാണെന്നും ആ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട തെളിവുകളും സാക്ഷിമൊഴികളും ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും അടക്കം ഇതോടകം തന്നെ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷനിലും അതുപോലെ തന്നെ നിരവധിയായ ഇടങ്ങളിൽ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്നതിന് തൊട്ട് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പക്ഷേ മറ്റുള്ളവരുടെ അറസ്റ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ കൃത്യമായ തെളിവ് ശേഖരണവും വിവരശേഖരണവും നടത്തിയ ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. ആദ്യഘട്ടത്തിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുക. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നീക്കമായിരിക്കും തുടർ ദിവസങ്ങളിൽ ഉണ്ടാവുക. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ കൂടുതൽ തട്ടിപ്പുകൾ SITയുടെ ഭാഗമായി SITയുടെ കണ്ടെത്തലായി SITയുടെ അന്വേഷണ പരിധിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, അരുൺരാജും സലീം മാലിക്കും വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വലിയ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന വാദം തള്ളുന്ന തരത്തിലുള്ള നിർണായക വിവരങ്ങളാണ് അതിൽ ഇടം പിടിക്കുന്നത്. 24 ആണ് ഇന്നത് പുറത്തുവിട്ട് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. കവർച്ചയ്ക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ താൽപര്യം മാത്രമെന്ന് കരുതാൻ കഴിയില്ല എന്നും ബോർഡിന്റെ സമ്മർദ്ദമുണ്ടായി എന്ന് സംശയിക്കുന്നു എന്നുമാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ FIR-ലാണെങ്കിൽ മുൻ ജീവനക്കാർ മാത്രമല്ല ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി പ്രതിപട്ടികയിലേക്ക് വരുന്നുവെന്നതും ശ്രദ്ധേയമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.